നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നേട്ടമുണ്ടാക്കാൻ തന്ത്രങ്ങൾ മെനയുകയാണ് ബി.ജെ.പി. ഫുട്ബോൾ ഇതിഹാസം IM വിജയനെ അടക്കം പ്രമുഖരെയും മറ്റ് പാർട്ടികളിൽ നിന്നുള്ളവരെയും സ്ഥാനാർത്ഥികളാക്കാനാണ് നിലവിലെ നീക്കം. മണ്ഡല ജില്ലാതല കോർ കമ്മിറ്റി യോഗങ്ങളിൽ CPI മുൻ MLA ഗീതാ ഗോപിയുടെയും തൃശൂർ മുൻ മേയർ MK വർഗീസിന്റെയും പേരുകൾ ഉയർന്നു വന്നു. പട്ടികയിൽ ഉൾപ്പെടെ പ്രമുഖരെ സ്വാധീനിക്കാൻ ഇതിനോടകം നീക്കങ്ങൾ ആരംഭിച്ചതായും സൂചനകളുണ്ട്. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകളിൽ വിജയവും ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ പരമാവധി വോട്ട് വർധനയും ലക്ഷ്യമിട്ടാണ് തൃശൂരിൽ BJPയുടെ പ്രവർത്തനം. ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ അതിനായുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ടു പോകുന്നതിനിടയിലാണ് പ്രമുഖരെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ളവരെയും സ്ഥാനാർത്ഥികളാക്കണമെന്ന് കാണിച്ച് പ്രാദേശിക നേതൃത്വത്തിൽ നിന്ന് നിർദ്ദേശമുയർന്നത്. ഇന്നലെ നടന്ന മണ്ഡലം ജില്ലാ കോർ കമ്മിറ്റി യോഗങ്ങളിൽ ഇതിന്റെ ഭാഗമായി 11 മണ്ഡലങ്ങളിൽ നിന്നായി 15 പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടത്. ഫുട്ബോൾ ഇതിഹാസം IM വിജയൻ, CPI മുൻ MLA ഗീതാ ഗോപി, തൃശൂർ മുൻ മേയർ MK വർഗീസ് തുടങ്ങിയവരാണ് പട്ടികയിലെ പ്രമുഖർ. മുൻ DGP ജേക്കബ് തോമസും ചലച്ചിത്ര താരം ദേവൻ ശ്രീനിവാസനുമാണ് മറ്റ് BJP നേതാക്കൾക്ക് പുറമെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സംസ്ഥാന പ്രാദേശിക നേതാക്കൾ ചേർന്ന് ഇതിനോടകം ഇവരിൽ പലരെയും സ്വാധീനിക്കാൻ നീക്കം ആരംഭിച്ചു എന്നാണ് വിവരം. A+ മണ്ഡലങ്ങളായ തൃശൂരിലും നാട്ടികയിലും പുതുക്കാടുമാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. തൃശൂരിൽ KK അനീഷ് കുമാറിന്റെയും MT രമേശിന്റെയും പേരുകൾ നിർദ്ദേശിച്ചപ്പോൾ നാട്ടികയിൽ IM വിജയനും ഗീതാ ഗോപിയുമാണ് പരിഗണനയിലുള്ളത്. ദേവൻ ശ്രീനിവാസനെയും A നാഗേഷിനെയുമാണ് പുതുക്കാട് സ്ഥാനാർത്ഥികളായി പ്രാദേശിക നേതാക്കൾ നിർദ്ദേശിച്ചത്. സംസ്ഥാന നേതാക്കളായ B ഗോപാലകൃഷ്ണൻ, AN രാധാകൃഷ്ണൻ, ജേക്കബ് തോമസ് എന്നിവർക്കൊപ്പം ജില്ലാ നേതാക്കളായ AR ശ്രീകുമാർ, നിവേദിത സുബ്രഹ്മണ്യം, ഉല്ലാസ് ബാബു, KR അനീഷ് മാസ്റ്റർ തുടങ്ങിയവരുടെ പേരുകളും ഉയർന്നു വന്നു. മണ്ഡലം ജില്ലാ കോർ കമ്മിറ്റികളിൽ നിന്ന് ഉയർന്ന പേരുകൾ ദേശീയ കൗൺസിൽ അംഗം PK കൃഷ്ണദാസും സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപനും സംസ്ഥാന കോർ കമ്മിറ്റിക്ക് കൈമാറും. പാർട്ടി നടത്തുന്ന ഔട്ടർ സർവേ ഫലങ്ങളും സംസ്ഥാന കോർ കമ്മിറ്റിയുടെ വിലയിരുത്തലുകളും പരിഗണിച്ചാകും ദേശീയ പാർലമെന്ററി ബോർഡ് അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക. ലെവിൻ K വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.